ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു പുതിയ പരീക്ഷണമായിട്ടാണ് വന്നിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 ഷെയ്ഡിലുള്ള തുണി എടുക്കുന്നുണ്ടേ. ബേബിയുടെ പഴയ 2 ടീഷർട്ട് കട്ട് ചെയ്തെടുത്തതാണ്. നിങ്ങളും അതുപോലെയൊക്കെ എടുത്താൽ മതി. ഇത് ഒരു റെഡ് ഷെയ്ഡും ഇത് ഒരു ഗ്രീൻ ഷെയ്ഡും. ഇത് ശരിക്കും ഒരു ഒലിവ് ഗ്രീൻ ഷെയ്ഡാണ് പറഞ്ഞത്. എനിക്ക് കറക്റ്റ് ഗ്രീൻ ഷെയ്ഡ് കിട്ടിയില്ല. ബേബിക്ക് കറക്റ്റ് ഗ്രീനിലുള്ള ഷർട്ടും ടീഷർട്ടും ഒന്നും ഇല്ല. അപ്പോൾ എൻ്റെ കയ്യിൽ കിട്ടിയ സാധനം ഞാൻ എടുത്തു. അപ്പം ഞാനിന്ന് ചെയ്യാൻ പോണ ഒരു പൂവും അതിൻ്റെ തണ്ടും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ ഇതളും ഇലയും ഷേപ്പിൽ കാർഡ്ബോർഡ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതളിന് വേണ്ടിയിട്ടാണ് ഈ റെഡ് എടുത്തത്, ഇലയ്ക്ക് വേണ്ടിയിട്ട് ഗ്രീനും എടുത്തു. അപ്പോൾ ഈ ഒരു ഷേപ്പിൽ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു 5 ഇതളാണ്. അപ്പോൾ 5 ഇതൾ വേണമെന്നുണ്ടെങ്കിൽ ഒരു 10 പീസ് ഇതിന്ന് കട്ട് ചെയ്തെടുക്കണം. അതേപോലെ ഞാനൊരു 3 ഇലയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 6 പീസ് ഇതിന്നും കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ട് ബാക്കി. അപ്പോൾ ഗായ്സ്, ഞാൻ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇനി ചെയ്യാൻ പോകുന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഈ 2 പീസിനെ ജോയിൻ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോഴത്തേക്കും ഞാൻ അത് നമുക്ക് തയ്ക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സ്പേസ് ഞാനിവിടെ വിട്ടിട്ടാണ് കേട്ടോ, വരച്ചെടുത്തതിന് കുറച്ച് സ്പേസ് വിട്ടിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പം ഈ ഒരു പോർഷൻ, ഈ താഴത്തെ പോർഷൻ വിട്ടിട്ട് ബാക്കിയാണ് കേട്ടോ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കണേ. ഇത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് തിരിച്ചിടണമല്ലോ, ഈ സ്റ്റിച്ച് അകത്ത് പോകണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ഗ്യാപ്പ് ഇവിടെ വിട്ട് കൊടുക്കുന്നുണ്ടേ. അപ്പോൾ ഇതെല്ലാം സ്റ്റിച്ച് ചെയ്തിട്ട് വരാം. അപ്പോൾ ഗായ്സ്, ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന നൂല് എന്ന് പറയുന്നത് റെഡും ഗ്രീനും ആണ്. ഈ 2 നൂലാണ് കേട്ടോ എടുക്കണേ. അപ്പം സ്റ്റിച്ച് ചെയ്യാം. ഞാൻ എടുക്കുന്ന സൂചി എവിടെയോ വെച്ചു. സൂചി കണ്ടുപിടിക്കട്ടെ. അപ്പം ഞാൻ അത് സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമുക്കിതിങ്ങനെ തിരിച്ചെടുക്കണം. ഇങ്ങനെ തിരിച്ച് ആക്കി കൊടുക്കണം. അതിപ്പം വലിയൊരു ടാസ്ക്കാണ്, എന്നാലും ശ്രമിക്കാം. അപ്പോൾ ഗൈസ്, ഞാനിതെല്ലാം തിരിച്ചിട്ടു. ഇനി നമുക്ക് ഇതളുകളെല്ലാം ജോയിൻ്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ജോയിൻ്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇങ്ങനെ ഇവിടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ സ്റ്റിച്ച് ചെയ്തിട്ട് കാണാം. അപ്പോൾ ഗൈസ്, ഞാനത് സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കും. ചെറുതായിട്ട് ആ നൂലി പിടിച്ചിട്ട് തന്നെ ചെറുതായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ ജോയിൻ ചെയ്യുവേ. ചെറുതായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കും. ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ട് ഇപ്പുറത്തെ ഇതളിൽ കൊണ്ടുവന്ന് ജോയിൻ്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ ആക്കിയെടുക്കും കേട്ടോ. നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ജോയിൻ്റ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. ഇവിടെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ജോയിൻ്റ് ചെയ്തെല്ലാം ചെയ്ത് വെച്ചിരിക്കുന്നത്. പൂവിൻ്റെ അകം വരുന്നത് ഇങ്ങനെ ആയിരിക്കുമേ. അപ്പോൾ ഇനി നമുക്ക് അത് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഇലയുടെ പരിപാടിയിലോട്ട് പോകാം. ഇതാണ് 3 ഇല ഞാൻ ചെയ്തത്. ഇല ചെയ്ത് വന്നപ്പോഴത്തേക്കും ഷേപ്പ്ലെസ് ഒക്കെ ആയിപ്പോയി, എന്നാലും സാരമില്ല. അപ്പം ഞാൻ ഇല വെട്ടിയതിൽ നിന്ന് ബാക്കി വന്ന ക്ലോത്തിൽ നിന്ന് കുറച്ച് വെട്ടിയെടുക്കുന്നുണ്ട്. കുറച്ച് വെട്ടിയെടുത്തതിന് ശേഷം നമ്മൾ റെക്റ്റാങ്കിൾ ഷേപ്പിൽ അതിനെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ആരായിട്ടോട് പോണേ ഓക്കെ. നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുത്തു. ഈ കട്ട് ചെയ്തെടുത്തതിനെ റെക്റ്റാങ്കിൾ ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം, റെക്റ്റാങ്കിൾ ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. ഇതിൽ നമ്മളിങ്ങനെ ഇല കുറച്ച് ഗ്യാപ്പ് വിട്ടിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെയാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. ഈ 3 ഇല ഒരു ചെറിയ ഗ്യാപ്പ് വിട്ടിട്ട് 3 ഇല ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുക്കണമേ. ഇവിടെയും കുറച്ച് സ്പേസ് വിടണം, ഇവിടെ ഇത്ര സ്പേസ് വിടണം. ഇവിടെയും കുറച്ച് സ്പേസ് വിടണം. എന്നിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ സ്റ്റിച്ച് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ
അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ഞാൻ നേരത്തെ പൂവിനെ ചെയ്ത പോലെ ഒന്ന് ടൈറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ടൈറ്റ് ചെയ്തിട്ട് അവിടെ ലോക്ക് ചെയ്ത് വെക്കുവാണേ. ലോക്ക് ചെയ്തു. ഇനി നമുക്കിത് പൂവിലോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. കണ്ടോ, ഇവിടെയും കുറച്ച് പോർഷൻ വിട്ടിട്ടുണ്ട്, ബാക്കി ടൈറ്റ് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇത് പൂവിലോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. പൂവിലോട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കും ശ്രദ്ധിക്കാനുള്ളൊരു കേസ് എന്ന് പറയുന്നത്, കണ്ടോ, കറക്റ്റ് സൈസിനാണ് ഞാൻ എടുത്തത്, അതുകൊണ്ട് കറക്റ്റായിട്ട് തന്നെ കിട്ടി. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്കും 3 സൈഡിലായിട്ട് 3 ഇല ഇങ്ങനെ നിൽക്കും കേട്ടോ. കണ്ടോ, ഇത് ഇവിടെ സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കും നോക്കി ജോയിൻറ്റ് ചെയ്ത് പൂവിലും കൂടെ ചേർത്ത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഇതിവിടെ ഇങ്ങനെ ജോയിൻറ്റ് ചെയ്യുമ്പോൾ പൂവിലും കൂടെ ചേർത്ത് നല്ലോണം ചേർത്ത് ടൈറ്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണേ. അപ്പം ഞാനത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് പൂവിൻ്റെ ഇതിൽ സെറ്റ് ചെയ്യുവാണേ. സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. ഇത് ഇങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തത്. നമുക്കറിയാമല്ലോ, കൈത്തൈയിൽ വെക്കുമ്പോഴത്തേക്കും കുറച്ച് മിസ്റ്റേക്സ് ഒക്കെ പറ്റും. എനിക്ക് എക്സാക്റ്റ് കറക്റ്റ് നൂല് കിട്ടാത്തതുകൊണ്ടാണ് കേട്ടോ ആ ഷെയ്ഡ് പുറത്ത് കാണണേ. നിങ്ങൾ എടുക്കുമ്പോഴത്തേക്കും നിങ്ങൾ അതിന് പറ്റിയ കറക്റ്റ് നൂല് നോക്കി എടുത്താൽ മതി കേട്ടോ. അപ്പം ഞാനത് സ്റ്റിച്ച് ചെയ്തു. പൂവ് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ ഇങ്ങനെ ഒരു സംഭവം അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞ പ്രാവശ്യം പാലോട് മേളയ്ക്ക് പോയപ്പോഴത്തേക്കും മേടിച്ച ബണ്ണാണ്. ഇതെൻ്റെ മുടി കെട്ടാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്കിപ്പോൾ ഇങ്ങനെ ഒരു ഉപയോഗം ഉണ്ടായി. അപ്പം അത് ഇതിലോട്ട് ഞാനിങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ വെച്ചിട്ടാണ് കേട്ടോ ചെയ്യണേ. നല്ലോണം മുറുക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഓവറോൾ സംഭവം സെറ്റായിട്ടുണ്ട്. ഞാനത് അറ്റാച്ച് ചെയ്ത് കൊടുത്തു. ആകെ വന്നൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ആ നൂലിൻ്റെ സംഭവമാണ്. അത് എൻ്റെ പൂ ഇവിടെ സെറ്റായി. അപ്പം ഞാൻ ഈ പരീക്ഷണവും സക്സസ്ഫുള്ളി വിജയിച്ചിരിക്കുന്നു. സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇത് ബണ്ണായിട്ട് യൂസ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കീ ചെയിനായിട്ടും യൂസ് ചെയ്യാം. അപ്പോൾ 2 യൂസ് ഉണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് കൂടെ ചെയ്തിട്ട് പോണേ. നിങ്ങൾ സപ്പോർട്ട് ചെയ്താലേ എനിക്ക് വളരാൻ പറ്റുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ, സീ യു.